അല്ല, ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ്. FIR-ൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും സത്യാവസ്ഥ വെളിവിൽ വന്നിട്ടും ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയാണ് ഇത് മതപരിവർത്തനവും അതുപോലെ മനുഷ്യക്കടത്തലും നടത്തിയതിൻ്റെ പേരിലാണ് അവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്ന്. ഇതിനപ്പുറം ഭരണഘടനാ വിരുദ്ധമായൊരു പ്രസ്താവന വേറെ എന്താണുള്ളത്? ഇതിനപ്പുറം നിയമവിരുദ്ധമായൊരു പ്രസ്താവന വേറെ എന്താണുള്ളത്? ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ ആ FIR ഇട്ട കാര്യത്തിൽ അന്വേഷണം നടക്കാനിരിക്കെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ബജരംഗ ദളിൻ്റെ ആരോപണമാണ് ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് നീതിയാണ് കിട്ടാൻ പോകുന്നത്? ഇത് എന്ത് ഗൗരവാവസ്ഥയാണ്? വേറെ ആരുമല്ല പറഞ്ഞു, BJPയുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് അവർ മനുഷ്യക്കടത്തലിനും അതുപോലെ തന്നെ മതപരിവർത്തനത്തിനും വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നതെന്ന്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഇന്ന് തന്നെ നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. കന്യാസ്ത്രീകൾ ആവശ്യമായ എല്ലാ രേഖകളും ഹാജരാക്കി. ഈ കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ഈ ആളുകളെ കൊണ്ടുപോകുന്നതിൻ്റെ ആവശ്യമായിട്ടുള്ള രേഖകൾ അവർ വെളിപ്പെടുത്തി. ഇതൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടും ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും ജനാധിപത്യ നേതാക്കളും ഉറക്കെ പറഞ്ഞിട്ടും അതൊന്നുമല്ല, ഇത് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വലിയ ഗൂഢാലോചനയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കിപ്പോൾ സംശയിക്കേണ്ടി വരും. മുഖ്യമന്ത്രി FIR-ൽ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ, ബജരംഗ ദൾ പറയുന്ന കാര്യം മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ ഇത് കൃത്യമായ ഗൂഢാലോചന മുഖ്യമന്ത്രി അടക്കം അറിഞ്ഞിട്ടാണോ നടത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഗൗരവാവസ്ഥ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ്. ഞാൻ ആർച്ച് ബിഷപ്പുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അവരെല്ലാം പറയുന്നത് ഇത് നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യവും അവർ നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു ഉദ്ദേശമില്ല. എനിക്കറിയാം, എൻ്റെ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീ മഠമാണത്. അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ ഇങ്ങനെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് ജയിലിലടക്കുന്ന സംഭവം നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുന്ന ഒന്നാണോ? എന്നിട്ടും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരക്ഷരം മിണ്ടുന്നില്ല. കത്ത് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു, ആഭ്യന്തരമന്ത്രിക്ക് കത്ത് കൊടുത്തു. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു. അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഇടപെട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും ഈ രീതിയിൽ പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വലിയ വില BJP കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യം ഞങ്ങൾ അങ്ങനെ വിടാൻ പോകുന്ന പ്രശ്നമില്ല. ഈ കാര്യത്തിൽ നീതി നടപ്പിലാക്കണമെന്നുള്ള കാര്യത്തിൽ ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുന്നത്. ഛത്തീസ്ഗഡിലേക്ക് BJP നേതാക്കളടക്കം പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ മുഖ്യമന്ത്രി തന്നെ വേറൊരു നിലപാട് പറയുന്നു. അല്ല, എന്ത് കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇതൊക്കെ വലിയ പ്രഹസനവും നാടകവും. അവരീ പറയുന്നതിനകത്ത് വല്ല അർത്ഥം, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പ്രസ്താവന നടത്തുമ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന ഏതെങ്കിലും ചെറിയ നേതാവിൻ്റെ വാക്ക് കേട്ടിട്ടാണോ ഈ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്? നടത്തിയതിന്റെ ഗുണമാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ ഈ BJP അംഗങ്ങളെ അവിടേക്ക് പറഞ്ഞു വിടുന്നത്? അല്ല, ഇന്നലത്തെ ചിലർ ചർച്ചകളിലൊക്കെ ഞാൻ കാണുകയുണ്ടായി, ചിലർ മാധ്യമങ്ങളിലൊക്കെ കണ്ടു. അതായത് BJPയുടെ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്, നീതി ഉറപ്പാക്കും, ഇതാണ് നീതി. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് നീതിയായിട്ട് വന്നിരിക്കുന്നത്. അവരെ ജയിലിലടച്ചത് മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്തിൻ്റെയും പേരിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തൊരു മോശമാണ്! ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രമല്ലേ ഇവരുടേത്? ആ രീതിയല്ലേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചുമത്തിയ കുറ്റങ്ങൾ ശരിയെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ പെൺകുട്ടികളിൽ ഒരാൾ മൊഴി മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അല്ല, നിങ്ങൾ ഇന്ന് അതിൻ്റെ വിഷ്വൽ കണ്ടില്ലേ? നിങ്ങളുടെ തന്നെ ചാനലുകൾ പലരായിട്ട് കാണിച്ച വിഷ്വൽ ഞാൻ കാണുകയുണ്ടായല്ലോ. ബജരംഗ പ്രവർത്തകർ ഒരാളെ ഭീകരമായി മർദ്ദിക്കുന്ന രംഗം നമ്മൾ കണ്ടില്ലേ? ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന ആളുകളെ ഒരാളെ മാറ്റി പറയിപ്പിച്ചതാണോ കാര്യം? അവരുടെയൊക്കെ പെർമിഷനോട് കൂടിയാണെന്നില്ല രേഖകൾ കാണിച്ചു കൊടുത്തില്ലേ? ഇനിയിപ്പോൾ അവർ ഭരിക്കുന്ന സംസ്ഥാനം, അവരുടെ പോലീസ്, അവരുടെ കയ്യിലുള്ള ഗുണ്ടകൾ, അവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി എന്തും പറയിപ്പിക്കാമല്ലോ. അപ്പോൾ ഇത് തന്നെ ഉദ്ദേശം എന്താണ് കൃത്യമായിട്ട്?
ഇത് എന്തോ വലിയ കൊടും ക്രൂരത കുറ്റം ചെയ്യുന്ന ആളുകളാണ് ഈ കന്യാസ്ത്രീകളെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ അവരുടെ പശ്ചാത്തലം?